ഓഡിയോ, ഒരു ശബ്ദ സന്ദേശം ലീക്ക് ചെയ്ത് കിട്ടി മാധ്യമങ്ങൾക്ക്. അവരത് വാർത്തയായി നൽകി. ശ്രീ ബിആർ ഷഫീർ, പക്ഷെ സർക്കാരുമായി കണക്ട് ചെയ്യാനുള്ള ഒരു ലിങ്കുമില്ല. സർക്കാരിന് കൊടുക്കണം എന്ന് ഇവർ പറയുന്നതല്ലാതെ ആരാവശ്യപ്പെടുന്ന ഒരു നേതാവിൻ്റെയും പേര് പറയുന്നില്ല. ഇപ്പോൾ ഈ പറയുന്ന സംഘടന തന്നെ ഇങ്ങനൊരു കാര്യമില്ല എന്ന് പറയുന്നു. കെട്ടിടം കെട്ടാൻ പണം നൽകിയെന്നാണ് അവർ പറയുന്നത്. ഈ പറയുന്ന അനിമോൻ സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. സർക്കാരുമായി നിങ്ങൾക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾക്ക് നിന്ന നിപ്പിൽ എം പി രാജേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ കഴിയുന്ന എന്ത് ഗ്രൗണ്ടാണുള്ളത്? അല്ല, ഒരു കാര്യം, ഇനിയിപ്പോൾ അനിമോൻ ഈ സംഘടനയിൽ ഉണ്ടെന്ന് അവർക്ക് പറയാൻ പറ്റും. അനിമോന് പറയാൻ പറ്റുമോ? ഞാനിത് പിന്നെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ജില്ലയിലെ പിരിവ് തരാത്ത അല്ലെങ്കിൽ പണി തരാത്ത ഈ ബാറുകാരെ വിളിച്ച് പറഞ്ഞതാണ്, എൻ്റെ കയ്യിൽ നിന്ന് പോയതാണെന്ന് അയാൾക്ക് സമ്മതിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞങ്ങൾ പണപ്പിരിവ് നടത്തിയെന്ന് ഈ ബാർ പിന്നെ ഓണേഴ്സ് അസോസിയേഷൻ സമ്മതിക്കാൻ പറ്റുമോ? ഞങ്ങൾ ഇതുപോലെ പണം വാങ്ങുന്നു CPM സമ്മതിക്കാൻ പറ്റുമോ? ഇതൊക്കെ ജനങ്ങൾക്ക് അറിയില്ലേ? പണ്ട് ബിജു രമേശ് സമ്മതിച്ചു. അല്ല, ഒരു മിനിറ്റ്, എന്നിട്ട് എന്തായി? അതിനുശേഷം ഒരുപാട് വെള്ളം അതിൽ കൂടെ പോയല്ലോ. ശ്രീ KM മാണിയെ KM മാണിയെ വല്ലാതെ പിന്നെ തടഞ്ഞല്ലോ, ചെറുത്തല്ലോ. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? KM മാണിനെ നിങ്ങൾ തന്നെ കുറ്റവിമുക്തനാക്കിയില്ലേ? 15 മിനിറ്റ് അവരുടെ റിപ്പോർട്ട് വന്നില്ലേ? നിങ്ങളാണ് കൂടാനോ നടത്തിയെന്ന്. അല്ല, അത് വന്നിട്ടില്ലേ? അല്ല, അത് വന്നില്ലേ? ഒരു മിനിറ്റ്, കെ ബാബുവിന്റെ പൈസയും കൊണ്ട് ED പോയില്ലേ? ഞാൻ പറയട്ടെ, അതിന് മറുപടി പറയട്ടെ. നിങ്ങളുടെ മിണ്ടാണ്ടിരിക്കി. ഇനി കണ്ടുകെട്ടി പോയില്ലേ? കുറെ നേരം കൊണ്ട് നമ്മളിങ്ങനെ പറയുമ്പോ ഇടപെട്ട പ്രയാസമുണ്ടല്ലേ? നിങ്ങൾ കഴിഞ്ഞ 8 കൊല്ലം കൊണ്ട് ഭരിക്കുന്നുണ്ടല്ലോ. കെ ബാബുവിനെ എന്ത് ചെയ്തു? തൂക്കിക്കൊന്ന. കെ ബാബുവിനെ നിങ്ങൾ ജയിലിലിട്ട. കെ ബാബുവിനെ തൂക്കിക്കൊന്നിട്ടില്ല. കെ ബാബുവിന്റെ പൈസ 25.82 ലക്ഷം രൂപ ED കണ്ടുകെട്ടിപ്പോയി. മന്ത്രിയുടേത്. ഇതിൽ പേരുള്ള മറ്റൊരു മന്ത്രി PS ശിവകുമാർ, അദ്ദേഹത്തിന്റെയും ED അന്വേഷണം നടത്തുന്ന അനധികൃത ഇടപെടുന്നതിനോട് ബുദ്ധിമുട്ടുണ്ട്. കാരണം അങ്ങ് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇടപെട്ടപ്പോൾ അങ്ങ് അനുവദിച്ചില്ല. അതുകൊണ്ട് നമുക്ക് പറഞ്ഞു പോകാം. ഇടപെട്ട് പോകരുതില്ല. ഒരു കാര്യം, ശ്രീ കെ ബാബുവിന്റെ ഇടപെട്ടോണ്ടാ ഞാനും ഇടപെട്ടത്. അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പറയട്ടെ. SK സതീഷ് വേണമെങ്കിൽ റഫറൻസിന് വെച്ചോ, മാതൃഭൂമി റഫറൻസിന് വെച്ചോ, മാതൃ റഫറൻസിന് വെച്ചോ, വെല്ലുവിളിച്ചോണ്ട് പറയാ. കെ ബാബു അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടും ബാർകോഴ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടും EDയും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളും എടുത്ത സകല കേസുകളിൽ നിന്നും കെ ബാബുവിനെ കുറ്റമുക്തനാക്കിയിട്ടുണ്ട്. കെ ബാബുവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത മുഴുവൻ പണവും അല്ല 25.82 ലക്ഷം രൂപ കൊണ്ടുപോയത് അനധികൃത സ്വത്താണ്. ഒരു മിനിറ്റ്, മാത്രമല്ല അല്ല, നിങ്ങൾ പറയുന്നത് കളവാണ്, നിങ്ങൾ പറയുന്നത് പൊളിയാണ്. കെ ബാബുവിന്റെ കയ്യിൽ നിന്ന് 1 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ, ആ വീട്ടിൽ നിന്ന് 1 തരി സ്വർണം എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു വസ്തു എടുത്തിട്ടുണ്ടെങ്കിൽ, അത് മഹസർ പ്രകാരം എടുത്തിട്ടുള്ളതാണെങ്കിൽ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കേസുകളിൽ നിന്നെല്ലാം കെ ബാബുവിനെ കുറ്റമുക്തനാക്കിയിട്ടുണ്ട്. കെ ബാബുവിനെതിരായി ഉന്നയിക്കപ്പെട്ട ഒരാരോപണവും ഈ കഴിഞ്ഞ 1 നാളുകൾക്കിടയിലും നിങ്ങൾക്ക് ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് കെ ബാബു നിങ്ങളുടെ തലതൊട്ടപ്പനായ നേതാവിനെ തോപ്പിച്ചിട്ട് വീണ്ടും അധികാരത്തിൽ വന്നത്, തൃപ്പൂണിത്തുറയിൽ ജയിച്ചത്. കെ ബാബുവിനെതിരായി ED എടുത്ത കേസ്, വിജിലൻസ് എടുത്ത കേസ്, സകല കേസുകളിൽ നിന്നും കെ ബാബുവിനെ ഒരു ചുക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കെ ബാബുവിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങളുടെ അന്വേഷണ ഏജൻസികൾ നിസ്സഹായരായി പോയി. ഒന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, എടുത്തുകൊണ്ടുപോയ സാധനം KK സതീഷേ, ED എടുത്തുകൊണ്ടുപോയ സാധനം കോടതി കൊണ്ടുവച്ചു. അത് അനധികൃതമാണ് തെളിയിക്കാൻ EDക്ക് കഴിയാതെ വന്നു. സാധനം തിരിച്ചു കൊടുത്തു. അറിയാമെങ്കിൽ അറിഞ്ഞോ, പഠിക്കാമെങ്കിൽ പഠിച്ചോ. ഒരു EDക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല.